പറഞ്ഞു തരികയാണ്. വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരികയാണെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം നമ്മളിൽ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഒരേപോലെയാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യസ്തനായ സവിശേഷതയാണ് ശരിക്കും ഓരോരുത്തരുടെയും വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ സവിശേഷമായ സ്വഭാവങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും ചിന്തകളുടെയും വികാരങ്ങളുടെയും ഇങ്ങനെയുള്ള കുറെ കൂട്ടം സംഭവങ്ങളുടെ അല്ലെങ്കിൽ കൂട്ടം സവിശേഷതകളുടെ ഒരു ഘടനയാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വം എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടെ സ്വഭാവം, നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ ചിന്താഗതി, നമ്മളുടെ വിചാരങ്ങൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണോ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണോ പുറത്തു വിടുന്നത്, അതിനനുസരിച്ച് നമ്മൾക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാവും എന്നർത്ഥം. ഇതിനനുസരിച്ചാണ് നമുക്ക് വ്യക്തിത്വം ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യം നമ്മളുടെ ഒരു ഞാനൊരു വ്യക്തിയെ നമ്മളുടെ വ്യക്തിത്വം മനോഹരമാക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്ക് കാര്യമായിട്ട് പറഞ്ഞു തരാനുള്ളതും അതാണ്. അത്രയും ഒരു എന്താ പറയാ ഇമ്പോർട്ടൻസ് നമ്മുടെ ഒരു വ്യക്തിത്വത്തിന് നമ്മൾ കൊടുക്കണം. നമ്മൾക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കണം. സെൽഫ് അവയർനെസ് ഉണ്ടാവണം. പിന്നിൽ എന്തൊക്കെയുണ്ട്, ഞാൻ ശരിക്കും എന്താണ്, ഞാനിപ്പോ എവിടെ ഉള്ളത്, എന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എന്റെ ഒരു സ്വഭാവത്തിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് പല ആളുകളെയും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ആളായിരിക്കും. ചിലപ്പം ആരോടും അങ്ങനെ അധികം ചിരിക്കെ ഒരു ഗുഡ് ബിഹേവിയർ ഒന്നും ചിലപ്പോ നല്ലൊരു മാറ്റമൊന്നും കൊടുക്കാൻ പറ്റാത്ത ആളായിരിക്കും. ഉള്ളിലുണ്ടാവും നന്നായിട്ട് പെരുമാറണം എന്നൊക്കെ. പക്ഷെ എന്താ ചെയ്യാ, നാലാളെ മുമ്പിലെത്തുമ്പോൾ ഒന്നിനും പറ്റുന്നില്ല, അങ്ങനെയൊന്നും പെരുമാറാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ എന്താണെങ്കിലും ഞാൻ എന്താണ് എന്ന് ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന്. എന്നാലല്ലേ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അത് എവിടേക്കാണ് ഈ ഒരു പാളിച്ച പറ്റിയത്, അല്ലെങ്കിൽ എവിടേക്കാണ് ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നല്ലൊരു വ്യക്തിത്വം എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഗുഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഗുഡ് പേഴ്സണാലിറ്റി, ഗുഡ് എന്താ പറയാ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ എന്താണെന്നും കൂടെ മനസ്സിലാക്കണം. അപ്പൊ ഈ പേഴ്സണാലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ. എന്താണ് നമ്മുടെ ബിഹേവിയറും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും നമ്മുടെ തോട്ട്സും ഒക്കെ ഈ ഒരു ഇതിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നിർബന്ധമായ കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്വഭാവ രീതികളാണ്. അതായത് ഓരോരുത്തർക്ക് ചൈൽഡ്ഹുഡ്, അതായത് നമ്മൾ ചെറുപ്പത്തിലേ നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. എനിക്ക് നിങ്ങൾ കട്ടായി ഇങ്ങനെ പോകുന്നോ? കോള് വരുന്നുണ്ട്, അപ്പൊ അതിൽ കട്ടായി പോകുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ സ്വഭാവ രീതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. സ്വഭാവ രീതി അപ്പം എന്താണ്, ഒരാളുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ സ്ഥിരമായി കാണുന്ന പ്രത്യേകതകളാണ് എന്തൊക്കെ. നമ്മളെ കുറിച്ച് ചില ടൈമിലൊക്കെ ഇവിടെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓരോരുത്തർക്ക്. അതെ, എന്നെ കാണുന്നതിനെ കുറിച്ചാലേ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചിലപ്പോ നമ്മൾ എന്തായിരിക്കും, ശാന്തനായിരിക്കും, ഒരു കൂളായിട്ടുള്ള ആളായിരിക്കും. അപ്പൊ ഭയങ്കര നമ്മൾ ഹൈപ്പർ ആയിരിക്കും, അപ്പൊ ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടാവും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവും. ആരും വലിയ ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന ആൾക്കാരും ഒന്നും അല്ലല്ലോ. മനുഷ്യർ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉള്ള ആളുകളാണ്. പല ചിന്തകളും മനസ്സിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ അത് ഇടപഴകുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഏതൊക്കെ രീതിയിൽ അത് ബുദ്ധിമുട്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ എത്രത്തോളം സേഫ് ആക്കാൻ, അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന ഒരു വിശകലനം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു വ്യക്തിത്വം, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണ്, ഞാൻ അത്യാവശ്യം തെറ്റില്ലാത്തൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നൊരു തോന്നൽ നമുക്ക് വരിക. ഇപ്പൊ എന്നെ കേൾക്കുന്നവരില് അധികം ആളുകളും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ചില ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും, ഞാൻ തെറ്റില്ലാത്തൊരു മനുഷ്യനാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില ആളുകൾക്ക് എങ്കിലും തോന്നുന്നുണ്ടാവും, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, ആരെന്ത് പറഞ്ഞാലും ഒരു ഇതില്ല, ആരോടും സംസാരിക്കാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കും. ചിലവർ നമ്മളടുത്ത് പറയുന്ന കേസാണ്.
ചില കൗൺസിലിങ്ങിന് വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിലൊക്കെ ഉണ്ടാവുമ്പോഴൊക്കെ അവരിങ്ങനെ പറയും, മനസ്സിൽ എപ്പോഴും വിചാരിക്കാറുണ്ട് മാം ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ചിരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഓരോരുത്തരും വിചാരിക്കാറുണ്ട്. പക്ഷെ എന്താന്ന് അറിഞ്ഞൂടാ, ആളുകളുടെ അടുത്തെത്തുമ്പോൾ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ എനിക്കത് പറ്റുന്നില്ല. ഞാന് എന്തോ ആയി പോവാ, നടക്കുന്നില്ല എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ വളർച്ചാ ഘട്ടത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളില് പണ്ട് മുതലേ കടന്നുകൂടിയിട്ടുണ്ടാവാം. അതവിടെ കിടപ്പുണ്ടാവും എപ്പോഴും. വല്ല ട്രോമ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കിയ വല്ല ഏതെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ സിറ്റുവേഷനോ, ഒരു നാണക്കേടിന്റെ എന്തെങ്കിലും ഒരു വാക്ക് ഉണ്ടെങ്കിൽ അല്ലെ, വേറെ ആരെങ്കിലും ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നോ കുറവുകൾ ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ, മനുഷ്യരല്ലേ, ജീവിതമല്ലേ, പല കാര്യങ്ങളും മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാരണമായിരിക്കും നമ്മളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കത് ശരിയായ രീതിയിൽ നടത്തിയെടുക്കാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കാത്തത് ഒരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, അങ്ങനെയൊക്കെ മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്, ഇല്ലേ? അങ്ങനെയൊക്കെ മതി, ഇത്രയൊക്കെ മതി, ഞാൻ കുറെ നന്നാക്കി നാട്ടുകാരുടെ മുന്നിൽ വലിയ സംഭവമായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര പറ്റൂ, അങ്ങനെ വിചാരിക്കുന്നവരുമില്ലേ? അങ്ങനെയുള്ള ആളുകൾ നമ്മളില്ലെങ്കിലും ഒരു പക്ഷേ നമ്മൾ അറിയുന്നവരുണ്ടാവാം. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഓരോരുത്തരുടെ ഫേസ് ഓർമ്മ വന്നിട്ടുണ്ടാവും. എനിക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറയുന്നവരും ഉണ്ടാവാം. അപ്പൊ ആ രീതിയിലൊക്കെ അപ്പൊ അവനവനെ തന്നെ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, എന്താണ് നമ്മുടെ ഒരു സ്റ്റേജ് എന്നുള്ളത്. പിന്നെ നമുക്ക് വരുന്ന ഒരു എന്താണ്, സങ്കടം, ഭയം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. എന്താണ്, അപ്പൊ ഇങ്ങനെയുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള ഒരു കഴിവ്, നിയന്ത്രിക്കാനും പ്രകടിപ്പിക്കാനും. അപ്പൊ ഇങ്ങനെ സങ്കടം വരും, പ്രശ്നങ്ങൾ, നമുക്ക് അങ്ങനെയുള്ള വിഷമം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, വരും. പിന്നെ അതെന്ത് ചെയ്യണം, അതിനെ നിയന്ത്രിക്കാൻ പറ്റണം. നിയന്ത്രിക്കാന്ന് വെച്ചാല് നമ്മൾ അതിനെ പിടിച്ച് ഇതാക്കി അങ്ങനെ സപ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ഒതുക്കുക എന്നുള്ളതല്ല, പക്ഷെ അതിനെ ഒരു ബാലൻസ് ചെയ്തിട്ട് അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഓരോ വിഷയം പറയുമ്പോഴും അതിനെ നിങ്ങൾ അടക്കി വെക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പാടില്ല. നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പുറത്ത് കാണിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, ഈ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നമ്മളുടെ ഇതുവരെയുള്ള ഒരു വളർച്ചയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, കുറെ കാര്യങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്തിട്ട് കിട്ടണം. ചില ആഗ്രഹങ്ങൾ നമ്മൾ തുറന്നു പറയണം, സ്വപ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. പക്ഷേ ചില വികാരങ്ങളുണ്ട്, എന്താണ്, ദേഷ്യം, അല്ലെ, അതൊക്കെ കുറച്ച് പ്രശ്നമുള്ള ആൾക്കാരല്ലേ, ദേഷ്യവും. പിന്നെ വേറെന്താണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്, സങ്കടം. ഈ സങ്കടവും ദേഷ്യം കണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി, കയ്യിൽ നിന്ന് പോയി. പിന്നെ എടുത്ത് എറിയ, കരയ, ആകെ സ്വന്തത്തിനെ തന്നെ വേദനിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളില്ലേ. മറ്റുള്ളവരോടുള്ള വാശിക്കും ദേഷ്യത്തിന്, അവരോട് ദേഷ്യം, അവരോട് വാശി, എന്നിട്ട് എന്ത് ചെയ്യും, എവിടേക്കാ പോവാ, അവരുടെ അടുത്തേക്കൊന്നും പോരാ, സ്വന്തത്തിനെ വേദനിപ്പിക്കും. സ്വയം നമ്മളെ നശിപ്പിക്കാൻ എന്തെല്ലാം മാർഗമുണ്ടോ, ചിലപ്പോൾ ശരീരത്തിനെ വേദനിപ്പിക്കും, ചിലപ്പോൾ മനസ്സിനെ വേദനിപ്പിക്കും. മനസ്സിനെ എങ്ങനെ വേദനിപ്പിക്കാം, നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കും കുത്തുവാക്കുകൾ, ഇങ്ങനെ വേണ്ട, മതി, ചെയ്യണ്ട, അതാക്കണ്ട, ഇല്ല, ഞാൻ ഇവിടെ വെച്ച് നിർത്തി, ഇനി ഇല്ല, അങ്ങനെ ഇല്ല, ഇങ്ങനെ. അപ്പൊ അവിടെയൊക്കെ നമ്മളാണ് ത്വരിതപ്പെടുകയാണ്, നമ്മളുടെ വളർച്ചയെ നമ്മൾ ത്വരിതപ്പെടുത്തുകയാണ്. പല കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ട അവസ്ഥയിൽ നിന്ന് നമ്മളെ തന്നെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് സ്വന്തത്തെ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പൊ സ്വന്തത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഉള്ളൊരു വേറൊരു കാര്യമാണ് നമ്മുടെ, എന്താ പറയാ, നമ്മൾ ലോകത്തിനെ, അതായത് നമ്മുടെ ചുറ്റുപാടുകളെ, ലോകം എന്ന് പറയുന്നത് നമ്മൾക്ക് ചുറ്റിലും നടക്കുന്നതെല്ലാം നമ്മളുടെ ലോകമാണ്, നമ്മളുടെ ലോകം. ചിലർ പറയാറുണ്ട്, ഇത് എന്റെ ലോകം എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിയാണ് എന്നുള്ളത്, അല്ലെ? അതെ. അപ്പൊ അതിനെയും നമുക്കൊരു ലോകമായിട്ട് കാണാം, നമ്മുടെ ചുറ്റുപാടുകളെ മൊത്തം നമുക്ക് ലോകമായിട്ട് കാണാം. ഈ ലോകത്തിനെ എമ്പാടും, അല്ലെങ്കിൽ ലോകം മൊത്തവും എന്റെ ലോകം എന്ന് തന്നെ കാണാം. അപ്പൊ എനിക്ക് ചുറ്റിലും എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും, ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിലും, ഇതൊക്കെ എന്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. അത് നെഗറ്റീവ് ആയിട്ടാണോ നമ്മൾക്ക് ചുറ്റിലും പലതും സംഭവിക്കുന്നത്?
അപ്പൊ എന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എന്നിലെ ഒരു വ്യക്തി രൂപപ്പെട്ടിട്ടുള്ളത് ആ ഒരു നെഗറ്റീവ് തലത്തിലായിരിക്കും. നെഗറ്റീവ് ആയിരിക്കും കൂടുതലും എനിക്ക് കിട്ടിയിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതും ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അങ്ങനെ ആയി മാറുന്നത്. അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മളുടെ ഉൾവശത്ത് എന്താണോ ഉള്ളത്, അത് തന്നെയായിരിക്കും നമ്മുടെ പുറത്തും നമുക്ക് ലഭിക്കുന്നതും. അതായത് മനസ്സിന്റെ കണ്ണാടിയാണ് നമ്മൾക്ക്. ഈ ഒരു മനസ്സിന്റെ നമുക്ക് ചുറ്റും കണ്ണാടി വെച്ചതുപോലെയാണെന്ന് പറയാം. അപ്പൊ നമ്മൾ സെന്ററിൽ ഉണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോഴൊക്കെ എന്നെ തന്നെയല്ലേ കാണുക. അപ്പൊ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മളുടെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. അതിനെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോഴും പലർക്കും പറയാനുണ്ടാവും, ഞാൻ അങ്ങനെയൊന്നും അല്ല, മാം പറയുന്ന പോലെ ഒന്നല്ല, ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്, ഞാൻ കുറെ നല്ല ആളാണ്. പക്ഷെ ഇങ്ങനെ നെഗറ്റീവ് മനുഷ്യന്മാരുടെ കൂടെ നിൽക്കുമ്പോ പറ്റുന്നില്ല, കഴിയുന്നില്ല, ആവുന്നില്ല. അങ്ങനെ നമ്മൾ എത്ര മാറിയിട്ടും കാര്യമില്ല, നമ്മൾ എത്ര നന്നായിട്ടും കാര്യമില്ല, അവര് ശരിയാവാതെ. അത് ഓരോരുത്തരും ഓരോ സമയം, ഞാനടക്കം ചിന്തിച്ച കാര്യമാണ്, ഞാനടക്കം വിചാരിച്ച കാര്യമാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോ പറയാറുണ്ട്, നമ്മൾ എത്ര നല്ല രീതിയിൽ ബൈക്ക് ഓടിക്കുമ്പോഴാണ് ഏറ്റവും ബൈക്ക് എന്നല്ല, കാറൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. കാരണം മറ്റുള്ളവരെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് റോട്ടിൽ നിന്ന്. അതേപോലെ തന്നെയാണ്. അപ്പൊ ഓരോ വ്യക്തികളും ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഞാൻ ശ്രദ്ധിക്കുന്നത് പോലെ റോട്ടിൽ ഓടുന്ന ഓരോ വ്യക്തികളും ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പൊ മറ്റുള്ളവരെ മാറാൻ വേണ്ടിയിട്ടോ, അവരുടെ വ്യക്തിത്വം നന്നാവാൻ വേണ്ടിയിട്ടോ, അവര് സെറ്റപ്പ് ആവാൻ വേണ്ടിയിട്ടോ, അവര് നല്ല മനസ്സിന് ഉടമകളാവാൻ വേണ്ടിയിട്ടോ, അവര് നല്ല വ്യക്തിത്വങ്ങളാവാൻ വേണ്ടിയിട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ നല്ല വ്യക്തിത്വങ്ങളാവാം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു പുഞ്ചിരിയെങ്കിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എപ്പോഴും ഒരു ഭയങ്കര ഒരു ഇതുള്ള മുഖം ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ആ മുഖം കണ്ട് ഒരു തെളിയൂല. അങ്ങനെ തോന്നാറില്ലേ? നമ്മളിൽ ആരും ഇല്ല എന്ന് വിചാരിക്കാം, പക്ഷെ നമ്മൾ കാണുന്ന ഒരുപാട് വ്യക്തികൾ അങ്ങനെയല്ലേ. ഇയാൾക്കൊന്ന് ചിരിച്ചാലെന്താ, എന്നാ ഭയങ്കര സംഭവം, ഒന്ന് ചിരിക്കുകയും കൂടി ഇല്ല. നമ്മൾ പറയല്ലേ, ഓ ഭയങ്കര സംഭവാക്കല, കുട്ടികളൊക്കെ പറയുന്ന ഇവിടെ എപ്പോഴും ഞാൻ കേൾക്കണം, അവളെ വിചാരം എന്തോ, ഒന്ന് ചിരിക്കുകയും കൂടി ഇല്ല, എനിക്കിഷ്ടമില്ല അവളെ, ഒന്ന് ചിരിക്കുകയും കൂടെ ഇല്ല, അതുകൊണ്ട് എനിക്കിഷ്ടമില്ല എന്ന് നമ്മൾ പറയാം. ഒരു ചിരിക്കാത്തത് കൊണ്ട് അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ പാടുണ്ടോ? അല്ലെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം അവളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ അവിടെ ചിന്തിക്കുന്നതില്ല. ഒരു ചിരിയിലാണ് അപ്പൊ മനുഷ്യനെ അളക്കുന്നത്. ഒരു ചിരിയിൽ പോലും ഒരു വ്യക്തിയെ അളക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. അപ്പൊ എനിക്കൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, എൻ്റെ ഒരു വ്യക്തിത്വത്തിനെ ഏറ്റവും ഭംഗിയാക്കി എടുക്കണമെങ്കിൽ ആദ്യം ഒന്ന് മുഖം പ്ലസന്റ് ആക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ചിരിക്കുക, ആരെ കണ്ടാലും ഒന്ന് ചിരിക്കുക. ഞാൻ ചിരിച്ച ഒരു തിരിച്ചു ചിരിക്കൂലേ, എന്തിനാണ് അത് ചിന്തിക്കുന്നത്? ഞാൻ ചിരിക്കുക, ഒരു തിരിച്ച് ചിരിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവര് തിരിച്ച് ചിരിക്കൂലേ, അല്ലെങ്കിൽ ചിരിച്ചില്ലെങ്കിൽ അത് മോശമാവൂലേ, അല്ലെങ്കിൽ എനിക്ക് നാണക്കേടല്ലേ, അങ്ങനെ ചിന്തിക്കണ്ട. ഞാനൊരു ചിരി പാസ് ചെയ്തല്ലോ എന്ന് ചിന്തിക്കാം. അവിടെയാണ് നമ്മുടെ നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും ഇത്. ഇപ്പൊ പല ടൈപ്പ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. കൂടുതൽ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളുടെ പേഴ്സണാലിറ്റി വേറെ തന്നെയായിരിക്കും, അവരുടെ വ്യക്തിത്വം വേറെ തന്നെയായിരിക്കും. എന്ത് വന്നാലും നെഗറ്റീവ് ആയിരിക്കും പറയാൻ. വേണ്ടേ, വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. നമ്മള് ഒരു ഷെയറിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താലോ, അല്ലെ അത് ഇങ്ങനെ നോക്കിയാലോ ഒക്കെ പറയുമ്പോ അപ്പുറത്തൊരാളുണ്ടാവും, ഇത് പല പ്രശ്നത്തിലേക്കുള്ള പോക്കാ, അല്ലെ ഇത് നശിക്കാനുള്ളതാ, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടാനുള്ളതാ, വേണ്ടാത്തതിന് ഇറങ്ങണ്ട, അങ്ങനെ പറയുന്ന ആളുകളില്ലേ? ഇല്ലേ? ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങും. ചിലപ്പോ ഭർത്താവ് പാവം ആഗ്രഹിച്ച് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവായിരിക്കും. അപ്പോഴത്തേക്ക് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും, ഇതാ ഞാൻ പറഞ്ഞു തരട്ടോ, നിങ്ങൾ എല്ലാ പൈസ കൊണ്ടേ അതിൽ കൊണ്ടുവച്ചിട്ടുണ്ടേ. അപ്പൊ എന്താ, നമ്മൾ ആദ്യമേ ചിന്തിക്കുകയാണ്, പേടിയാണ്, ടെൻഷനാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ആ ഒരു ഗുഡ് പേഴ്സൺ ആയിട്ട് അത് ഇൻഷാല്ല, അല്ലെങ്കിൽ അത് നമുക്ക് സക്സസ് ആക്കാം, നമുക്ക് നടത്താം, നമുക്ക് പറ്റും, ആ ഒരു രീതിയിൽ. പക്ഷെ കെയർ ചെയ്ത് അതിന് ശ്രദ്ധാപൂർവം എന്തൊക്കെയാണോ അവിടെ വേണ്ടത് അതൊക്കെ നോക്കിയിട്ടും കണ്ടിട്ടും തന്നെ ചെയ്യണം. അങ്ങനെ ഒരു ആ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണല്ലോ, ഒരു ധൈര്യം ഉള്ള ആളുകളാണ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുക.
ചുമ്മാ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ആകെ ഒരു ആൻസൈറ്റി ഉള്ള ഒരു വ്യക്തികളൊന്നും ബിസിനസ്സിലേക്ക് ഇറങ്ങൂല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു 60% ഒരു എന്താ പറയുക കപ്പാസിറ്റി അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടായിരിക്കും അവരത് പുറത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനെങ്കിലും ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോ അന്നപ്പോഴേക്കും നമ്മള് പേടിച്ച് ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് ബിസിനസിന്റെ കേസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ആവശ്യമുള്ളതിനെ നമ്മൾ തിരിച്ചറിയണം. വേണ്ടേ? ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വേറൊന്നല്ല, ഞാൻ അധികം ലൈഫ് തന്നെ ഇങ്ങനെ എടുക്കട്ടെ, വീട്ടിലെ കാര്യം പറഞ്ഞു. ചില ദിവസം ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടൊന്നും വേണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി ഇനി പുറത്തു പോയി കഴിക്കുകയാണെങ്കിൽ വേണ്ട, അതിന്റെ ആവശ്യമുണ്ടോ? മക്കള് പറയും ചിലപ്പോ ഇത് വാങ്ങാം അത് വാങ്ങാം, ഹസ്ബൻഡ് പറയാം അതിനൊന്നും ആവശ്യമില്ല, ഇപ്പൊ അതൊന്നും വേണ്ടേ. കാരണം എന്താ, നമുക്ക് വലിയ ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, അങ്ങനെ മതി, അത്ര മതിയെന്ന്. അതേ സ്ഥാനത്ത് നമ്മൾ നേരെ തിരിച്ചാണ്, നമുക്ക് അന്നേരം എന്തോ കുറച്ചധികം കഴിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സ്പെഷ്യൽ ആയിട്ട് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക് അത് കിട്ടണം എന്നുള്ളൊരു ത്വരയുണ്ടാവും. അതാക്ക ഇതാക്ക എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ നമ്മളേതാണ് കൂടുതലും മനസ്സിലാക്കുന്നത്. അപ്പൊ ആദ്യം ഇപ്പൊ പുറത്തു പോയാൽ ഒരു ചായയും കൂടെ വാങ്ങി തരൂല എന്ന് പറയാറുണ്ട് ചില ആളുകളെ കുറിച്ച്. അവർക്ക് ചായ കുടിക്കാൻ തോന്നുന്നില്ല, അവർക്ക് പുറത്തിറങ്ങിയ ചായന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർ മറ്റൊരാൾക്ക് ചായ വേണം എന്നോ ചായ വേണ്ടി വരുമെന്നോ അവർ ചിന്തിക്കാത്തതും വാങ്ങിക്കൊടുക്കാത്തതും. അല്ലേ? അവർക്കത് ആവശ്യമില്ലാത്ത, അവർക്ക് വേണമെങ്കിൽ ആദ്യം അവരെന്താ ചോദിക്കുക അറിയോ, നമുക്കൊരു ചായ കുടിച്ചാലോ. നമ്മളെ സൽക്കരിക്കാൻ വേണ്ടി മാത്രമായിരിക്കൂല, അവർക്ക് തോന്നുന്നും കൂടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ ഇങ്ങനെ പറയുന്നത്, നമ്മളിലേക്ക് നോക്കാന്ന്. നമുക്ക് എനിക്ക് എന്തൊക്കെയോ കൊടുക്കണം, എനിക്ക് എന്തൊക്കെയോ വേണം, എനിക്ക് എന്തൊക്കെയോ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ സ്വയം തിരിച്ചറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോണ്ടല്ലോ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നല്ലൊരു മനോഭാവം ഉണ്ടാവുക. അവിടെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെയും ഒക്കെ പ്രാധാന്യം വരുന്നത്. നല്ല മനോഭാവം, നല്ല മനസ്സിന് നല്ല ഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിനെ നമ്മൾ എന്താക്കണം, അവിടെ ചിന്തകൾക്ക് പ്രാധാന്യമുണ്ട്. ഈ മനസ്സ് നമുക്ക് നമ്മുടെ ഒരു പരിധിയിൽ കിട്ടണം. അല്ലാതെ നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ, എന്നിട്ട് താക്കോല് വേറെ എവിടെയോ കളഞ്ഞു പോയ മാതിരി ഒന്നും ചെയ്യാൻ കഴിയില്ല, തുറക്കാനും കഴിയുന്നില്ല പൂട്ടാനും പറ്റുന്നില്ല. ചിലവരത് തുറന്നു കിടക്കുന്നുണ്ടാവും, അത് അടയ്ക്കാൻ ഒരു വഴിയുമില്ല. ചിലവരത് അടച്ചു കിടക്കുകയായിരിക്കും, അത് തുറക്കാൻ ഒരു വഴിയുമില്ല. ഈ അവസ്ഥയിലാണ് അധികം ആളുകളുടെയും മൈൻഡ്. അല്ലേ? ഇതിന്റെ അകത്തേക്ക് കുറെ ഒന്നും കേറുകയില്ല, ചിലത് അകത്തുനിന്ന് പുറത്തേക്കൊന്നും പോവുകയില്ല. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവാറില്ലേ? നമുക്കും ഉണ്ടാവാറില്ലേ? ചില കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുക തന്നെ, അതിനൊന്ന് തുറന്ന് പുറത്തേക്കൊന്ന് തള്ളി വിട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. എന്നാൽ ചില സമയം നമ്മൾ വിചാരിക്കും കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്, എന്റെ കുറേ ക്യാരക്ടറിനെ അല്ലെങ്കിൽ എന്റെ കുറേ സ്വഭാവത്തെ അല്ലെ, എന്റെ മനോഭാവത്തെ കുറെ മാറ്റാനുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ എന്റെ ഉള്ളിലേക്ക് ഇടണം. പക്ഷെ ഉള്ളിലേക്ക് ആക്കണമെങ്കിൽ ആ സംഭവത്തിനൊന്ന് പോട്ട് റെഡിയായി കിട്ടണ്ടേ, തുറന്നു കിട്ടണ്ടേ, പറ്റുന്നില്ല. അപ്പൊ ഈ താക്കോൽ എവിടെയോ വലിച്ചെറിഞ്ഞതോ നഷ്ടപ്പെടുത്തിയതോ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചതോ ആണ് അടുത്ത പ്രശ്നം. കളഞ്ഞു പോയതാണെങ്കിൽ തപ്പി ഇറങ്ങുക, ആരുടെയോ കയ്യിൽ ഏൽപ്പിച്ചതാണെങ്കിൽ തിരിച്ചു വാങ്ങുക. ഇനി അതല്ല എവിടെയോ ഭദ്രമായിട്ട് എടുത്തു വെച്ചതാണെങ്കിൽ അവിടെ പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് തുറക്കുക. നമ്മളെ മനസ്സിനെ ഒന്ന് ഓപ്പൺ ആക്കുക, മൈൻഡ് ഓപ്പൺ മൈൻഡഡ് ആക്കുക, പല കാര്യങ്ങളെയും ആക്സെപ്റ്റ് ചെയ്യുക. ചില കാര്യത്തെയൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുക തന്നെ വേണം. ഭയങ്കര ബിസിയാണ്, ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുന്നതാണ്, അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ ഇങ്ങനെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമായ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിനോ വലിയൊരു സെഷനോ ഒന്നുമില്ല. പക്ഷെ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ, എന്താണ് നിസ്സാരമായ കാര്യങ്ങളായാലും. അപ്പൊ ഇതിൽ തന്നെയാണ് നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചും ഞാൻ പറയുമ്പോൾ തന്നെ പറഞ്ഞു. പെരുമാറ്റം, മറ്റുള്ളവരോട് നന്നായിട്ടൊന്ന് പെരുമാറാൻ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ വ്യക്തിത്വം എവിടെ എത്തി,
ഹയറിലെത്തി. നമ്മളൊന്ന് പെരുമാറാൻ ശ്രമിച്ചാൽ നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കാം. എന്താണ് എനിക്ക് ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. മാക്സിമം ഞാൻ അങ്ങനെ ചെയ്യാറുമുണ്ട്. നന്നായിട്ട് ബിഹേവ് ചെയ്യും. ഏഹ് നല്ല നല്ല രീതിയിൽ, നല്ല ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ചിരിച്ച് സംസാരിച്ച് അവരെയും കൂടെ മനസ്സിലാക്കിയിട്ട് ഞാൻ എപ്പോഴും വർത്താനം പറയാനും ഒരു എന്താണ് ഒരു പെരുമാറാനും ഞാൻ ശ്രമിക്കാറുള്ളൂ അധികവും. അപ്പൊ ആ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ എനിക്കിത് പറയുമ്പോഴും അത്രയും അത്രയും ഒരു എന്താ പറയാ, ഒരു ക്ലാരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ധൈര്യത്തോടു കൂടി നിങ്ങളോട് പറയാം. നമ്മള് അതിന് വീട്ടിലായിക്കൂടെ, പുറത്തിറങ്ങിയാലും നാട്ടുകാരുടെ മുന്നിൽ മാത്രം ഭയങ്കര സംഭവമാണെന്നല്ല, വീട്ടിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ പെരുമാറും. ഏത് നേരവും എന്താണ് നേരം ചാടിക്കീറിയില്ലേ, ഭയങ്കര എടുത്ത് ചാടി സംസാരിക്കുക, അതും ഇതും പറയാ മക്കൾക്കൊക്കെ. ഓ അതോ എന്റെ അമ്മ അങ്ങനെ വായി തുറക്കല്ലേ എന്ന് പറയും മക്കള് ചിലപ്പോ, അല്ലെ? ഒന്ന് ഒന്ന് പൊയ്ക്കോളി, ഒന്നുമില്ല, അറിയാതെ ചോദിച്ചു പോയതാ. ഇതൊക്കെ ഇവിടെയും പറയും കേട്ടോ, പറയാണ്ടൊന്നല്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇതൊക്കെ സംഭവിക്കും കേട്ടോ. ആര് വീട്ടിലും സംഭവിക്കുന്നില്ല, ആരുടെ ചുറ്റുപാടിലും ഇല്ല എന്നൊന്നുമില്ല, ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം. കുട്ടികളുടെ മുന്നിൽ ഇപ്പൊ ടീനേജേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, ടീനേജേഴ്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സിനോട് പ്രത്യേകം പറയാനുള്ളതാണ്, എപ്പോഴും ഇവരെ നോക്കിക്കിങ്ങനെ ഇരിക്കുക, ഇവരെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ പറയുമ്പോൾ ആകെ പ്രശ്നമാണ്, അല്ലെ? ഇതിങ്ങനെ അത് നിങ്ങളുടെ വേവലാതിയാണത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരുന്നത്. മക്കൾ അങ്ങനെ ആവും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പൊ നല്ലൊരു ഇതിലേക്ക്, നല്ലൊരു പേഴ്സൺ ആണ് ഞാൻ, എന്റെ മക്കളും നല്ല പേഴ്സണാലിറ്റിയിൽ തന്നെയാണ് ഉള്ളത് എന്നൊരു ചിന്തയിലേക്ക് വരുമ്പോ അത്രത്തോളം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. അവരെ ശ്രദ്ധിക്കണം, അവരെ കെയർ ചെയ്യണം, അവരെ ഒരു പട്ടം പോലെ ഒരു പിടുത്തം, ഒരു നൂല് നമ്മളെ കയ്യിൽ വേണം. അതൊക്കെ ശരിയാണ്, സമ്മതിച്ച്. അത് സമ്മതിക്കാണ്ടൊന്നുമില്ല. പക്ഷേ ഒറ്റ മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ഓക്കെ, ഹസ്ബൻഡ് വിളിച്ചതായിരുന്നു, അതാണേ ഫോൺ എടുത്തത്. ബാക്കി ഫോണൊക്കെ കട്ടാക്കി. എന്താ വെച്ചാല് ചെറിയൊരു സംഭവം, അത് നിങ്ങളടുത്ത് പറയാം. ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ ചെറുതായിട്ട് വണ്ടിയിൽ നിന്ന് ഒന്നൊന്ന് ചെരിഞ്ഞു പോയി. വണ്ടി വീണു, കൂടെ ബാക്കിൽ ഒരാളുണ്ടായിരുന്നു, അവരും വീണു. പക്ഷെ ഞാൻ വീണില്ല. പക്ഷെ ഞാൻ വണ്ടി വീഴാതിരിക്കാൻ വേണ്ടി കുറച്ചു നേരം എന്റെ ബൈക്കിനെ ഇങ്ങനെ പിടിച്ചു നിന്നു, ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിന്നു. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല പണി കിട്ടി. അന്നേരം ഒന്നുമില്ല, കൂളായിട്ട് ഞാൻ വീണൊന്നുമില്ലല്ലോ, ഭയങ്കര സന്തോഷം, ഇത്രയും ആളൊക്കെ കൂടി ഞാൻ വീണില്ലല്ലോ, അപ്പൊ ഞാൻ ഭയങ്കര സേഫ് ആയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയി, വണ്ടി എടുത്ത് അപ്പുറത്തേക്കൊക്കെ വെച്ച് സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ വണ്ടി കയറി വണ്ടി ഓടിക്കാൻ പോകുമ്പോ എവിടുന്നോ ഒരു പിടുത്തം. വീട്ടിൽ വന്നപ്പോ ഇവിടെ എന്താന്ന് വെച്ചാൽ അത്രയും വെയിറ്റ് ഞാൻ താങ്ങിയല്ലോ, വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കാം. അപ്പൊ അതിന്റെ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാണ്, ഇതുകൊണ്ടാണ് ഫോൺ എടുത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറഞ്ഞല്ലോ, ബിഹേവിയർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കാം. നമുക്ക് ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടം അതാണ്. ആരുടെ ആരോടായാലും അവർ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇപ്പൊ ഞാനായാലും എനിക്ക് ഏറ്റവും നല്ല പെരുമാറ്റം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും നല്ല പെരുമാറ്റം മറ്റുള്ളവർക്കും കൊടുക്കണ്ടേ, അവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അത് ചെറിയ മക്കളായാലും പ്രായമുള്ള ആളുകളായാലും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ആർക്കും മോശമായ ഒരു ഒരു ബിഹേവിയർ ഉണ്ടാവാൻ, അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ വന്നിരിക്കാനോ അത് കേൾക്കാനോ ആ ഒരു സിറ്റുവേഷനിൽ ഇടപെടാനോ അവർക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ ആ ഒരു ബിഹേവിയർ ഏറ്റവും ബെസ്റ്റ് ആക്കുക, നല്ല രീതിയിൽ പെരുമാറുക. നല്ല രീതിയിൽ ഒരു ഒരു കാര്യം ഒരാളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്, പല രീതിയിലുള്ള വാക്കുകളുണ്ട്. ഒരു വാക്ക് തന്നെ പല രീതിയിൽ നമുക്ക് പറയാം, അല്ലെ? അപ്പോ ഇപ്പം ഉണ്ടല്ലോ ഫാറൂഖ്, അല്ലെ, ഫാറൂഖ് ഖാനെയും മകളും ആണെന്ന് തോന്നുന്നു, അവരിങ്ങനെ വരുന്നില്ലേ, നിങ്ങൾ കാണാറില്ലേ? അപ്പം ഈ ഉപ്പനോടല്ല, ഈ മകളോടും അല്ല എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ടല്ലോ. ഈ ഒരു വാക്ക് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വീഡിയോസ് ആണ് അതിൽ വരുന്നത്. ഈ ഒരു സംഭവത്തിന്, ഈ സിറ്റുവേഷനെ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ
അപ്പൊ അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ ഒരു ചില കാര്യങ്ങളെ, അപ്പൊ അവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ വ്യക്തിത്വത്തിന്റെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. നമ്മുടെ വ്യക്തിത്വത്തില് ഓക്കെ ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള, നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ നമ്മൾ അത് കൊടുക്കുമ്പോഴും അത് വളരെ പ്യൂർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ പിന്നെ ചെറിയ ചെറിയ ഇതൊക്കെ എല്ലാവർക്കും വരും കേട്ടോ. ഞാൻ അത്ര ഇതിലല്ലാതായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ആരും അവിടെ കിടന്ന് വിഷമിക്കുകയും വേണ്ട. ഞാൻ മോശപ്പെട്ട വ്യക്തിയായി പോയി, എന്റെ വ്യക്തിത്വം പറ്റ അബദ്ധമായി പോയി എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഓക്കെ. ആഹാ, രാവിലെ കാണുന്ന ആളുകളെയൊക്കെ രാത്രി കാണുന്നുണ്ട്. സന്തോഷം. ഓക്കെ. അപ്പൊ അങ്ങനെ ആരും വിചാരിക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെന്താണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു 5 ടിപ്സ് ആണ്. നോർമൽ ആയിട്ടുള്ള ടിപ്സ് ആണ്. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ നിത്യേന ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അത് ശ്രദ്ധിച്ചിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിലെന്താന്ന് വെച്ചാല് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഏർലി വേക്കപ്പ് നമ്മളെല്ലാരും ചെയ്യും. നമ്മളെല്ലാരും എണീക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, അതേപോലെ എണീക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യവും നേരാൻ വണ്ണം നടക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉള്ളവരുമാണ്. എന്തുകൊണ്ടാണ്? ആ ഒരു നേരത്തെ എഴുന്നേറ്റിട്ട് ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് എന്ത് പറ്റും? കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചത്തിൽ പോവാം. അപ്പൊ ഇതും വ്യക്തിത്വവും തമ്മിൽ എന്താ ബന്ധം എന്ന്, നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതാണ്. ഓരോരോ ദിവസങ്ങളിലും ഓരോരോ മണിക്കൂറുകളിലും ഓരോരോ സിറ്റുവേഷനിലും കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പല കാര്യങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് ആയി വരുന്നതാണ്. അല്ലെ? ജീനിലൂടെ ഉള്ളതൊന്നുമല്ല ഈ വ്യക്തിത്വം എന്ന് പറയുന്നത്. നമ്മളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ നേരത്തെയുള്ള എഴുന്നേക്കും അവിടത്തുള്ള കുറെ കാര്യങ്ങൾ ചെയ്യലൊക്കെ ആവുമ്പോഴേക്കും എന്താവും അറിയോ, നമ്മുടെ ആ ദിവസം വളരെ മനോഹരവും വളരെ ക്ലിയർ ആയിട്ട് പോകാൻ പറ്റും. പലതും അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രഷറും ടെൻഷനും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എന്തായി, സ്ട്രെസ് ഇല്ലാതാവും കുറെ. അപ്പൊ നമ്മൾ എന്തായി തീരും, നമ്മൾ ഗുഡ് പേഴ്സണാലിറ്റിയിലേക്ക് തന്നെ പോകും. നമുക്ക് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആവാനും സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെയുള്ള കുറച്ച് കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. മെഡിറ്റേഷൻ കൊടുക്കുക. നമുക്ക് മെഡിറ്റേഷൻ നമുക്ക് നന്നായിട്ടൊരു മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ട് ഇതാക്കി ഒന്നും ചെയ്യണ്ട. നമ്മൾ വിചാരിക്കും എന്തോ ഓർത്ത് കൊണ്ടുവന്നൊന്നും വേണ്ട. നമ്മുടെ ബ്രീത്തിങ്, അതായത് ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ശ്വാസത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കും. ആ ശ്വാസം നിലച്ചാൽ കഴിഞ്ഞില്ലേ നമ്മൾ. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഒരു ശ്വാസത്തിന് ശ്രദ്ധിച്ചിരിക്കാനെങ്കിൽ ശ്രമിക്കും. ഡീപ്പായിട്ട് നമ്മളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, സ്ലോലി ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ജസ്റ്റ് പറ്റുന്നവരാണെങ്കിൽ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യുക, ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അതിന്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒന്നത് ആ ശ്വാസത്തെ ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചേക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വീണ്ടും ഒഴുക്കി വിടുക. അത് ഭയങ്കരമായ എക്സസൈസ് ആണെന്നുള്ളത്. അതായത് ഭയങ്കരമായിട്ട് നമുക്ക് റീഫ്രഷ്മെന്റ് തരുന്ന ഒരു മെഡിറ്റേഷൻ മെത്തേഡാണ്. സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണത്. പിന്നെ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വലിയ വലിയ മെഡിറ്റേഷനിലേക്കൊക്കെ പോവാം, പല ടൈപ്പിലേക്കും പോവാം. അടുത്തത് ഫിസിക്കലി വരുന്ന എക്സസൈസ് ആണ്. നമ്മൾ മെന്റലി ആണ് ഒരു എക്സസൈസ് പറഞ്ഞതെങ്കിൽ അടുത്തത് ഫിസിക്കലി വരുന്ന ഒരു എക്സസൈസ് അല്ലേ. എക്സസൈസിനെ കുറിച്ച് ഞാൻ പറയുമൊന്നും വേണ്ട, എല്ലാവർക്കും അറിയുന്ന കേസ്. അപ്പൊ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. 20 മിനിറ്റ് എങ്കിലും ഒരു വ്യക്തി എക്സസൈസ് ചെയ്തിരിക്കണം. ഇവിടെയൊക്കെ നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ് മാറും. മെന്റൽ സ്റ്റാറ്റസിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോ ഒരു ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കാം. പല രീതിയിൽ നിങ്ങൾക്ക് ഇതാക്കാം. പിന്നെ ബുക്ക് റീഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അറിയാലോ, അതും ഞാൻ പറയുന്ന കാര്യം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ ചേർത്തിയ കാലം മുതലേ ടീച്ചേഴ്സ് അടക്കം പറയുന്ന കാര്യങ്ങളാണ്. ഹോബീസ്, റീഡിങ്, ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. ഈ പറയുന്ന ഞാൻ പോലും പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിവുകളല്ലേ എത്തിച്ചു കൊടുക്കാലോ. ഓരോ സമയങ്ങൾ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, വെറും 5 പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ. അതിൽ ചിലപ്പോൾ ഇതല്ലാത്ത വേറെ പലതും ചെയ്യുന്നവരുണ്ടാവാം അല്ലേ. അങ്ങനെ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെയിലി ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ ദിവസം ഒന്ന് ഒരു എക്സാമിനേഷൻ പോലെ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക എന്നുള്ളത്. അതാണ്
നമ്മളുടെ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ നമ്മൾ എന്നെ ദിവസം വിലയിരുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം പലതും നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും, പലതും നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും, പല രീതിയിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ടാവും, പല അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, പല ചില നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇതിനെ ഏത് രീതിയിലാണ് എന്ന് നല്ല രീതിയിൽ നമ്മളൊന്ന് വിലയിരുത്തണം. ഇന്ന് എനിക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ ഇന്ന് എനിക്കുണ്ടായ നേട്ടങ്ങൾ, ഞാൻ അവരോടൊന്ന് അങ്ങനെ ഒരു സംസാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലായതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്കുണ്ടായോ, അവർക്കുണ്ടായോ, എന്തെങ്കിലും പ്രശ്നമായോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുണ്ടോ, അങ്ങനെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തുക. അല്ലെങ്കിൽ മക്കളെ, ഞാൻ ഇന്ന് മക്കളോട് ഇങ്ങനെ ആയിരുന്നു പെരുമാറേണ്ടിയിരുന്നത്, ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ച കാര്യം, അല്ലെങ്കിൽ ഭാര്യയെ ഞാൻ ഇത്ര കെയർ ചെയ്താൽ പോരായിരുന്നു, അവളോട് ഞാൻ ചോദിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചില്ല, അത് അവൾക്ക് വിഷമായിട്ടുണ്ടാവാം. ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറ, അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും വിലയിരുത്താൻ നമുക്ക് അറിയാലോ. അങ്ങനെ ആ കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓരോ ദിവസവും നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു അതൊരു എന്താ പറയാ നിർബന്ധമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് അത് എനിക്ക് വേണമെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ച് ഈ ഒരു വിലയിരുത്തൽ ഉണ്ടാക്കിയാൽ തന്നെ മതി, നമുക്ക് നല്ല മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യാ, ഇന്ന് ഞാനെന്താ അത് ചെറിയൊരു പ്രശ്നമാണ്, അതൊരു ചെറിയ വശപ്പശകുണ്ട് ആ ഒരു കാര്യത്തിൽ, ആ ഡയലോഗിന് പകരം എനിക്ക് ഇത് ഇങ്ങനെ പറയായിരുന്നു, ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിന് വലിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യാ അതിനെ ഇങ്ങനെ പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി തിരുത്തി എഴുതാൻ സാധിക്കും, മാറ്റി തിരുത്തി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് പറയാനും പറഞ്ഞു തരാനും ഒക്കെ ഉള്ളത്. പിന്നെ ഈ പേഴ്സണാലിറ്റിയിൽ തന്നെ കുറച്ച് കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിക്കാരുണ്ട്, കുറച്ച് നല്ല രീതിയിൽ നല്ല ഇതിൽ ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞുതരാം. അങ്ങനെയുള്ള പേഴ്സണാലിറ്റിക്കാരുടെ ലക്ഷണങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ അപ്പൊ എല്ലാം ഉണ്ടായിക്കോണമെന്നില്ല, എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മളിലൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. ഹാവൂ, ഇത് എന്നിലുണ്ടല്ലോ അല്ലേ, ഇത്രയും കേട്ടപ്പോ ഇനിയിപ്പോ ഞാൻ എന്താണ്, ഞാനൊരു നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളല്ലേ, എനിക്കിപ്പോ ഇതൊരു വ്യക്തിത്വം ഒന്നും ഇല്ലേ എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കുമ്പോൾ കുറച്ചൊരു ഇത് വരും. അപ്പൊ എന്താണ്, ആശയങ്ങളെ കുറിച്ചാവും ചർച്ച ചെയ്യുക. നമ്മള് നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിക്കാർ എങ്ങനെയായിരിക്കും എന്നറിയാം, അവർ ആശയങ്ങളെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുക, അല്ലാതെ ആ ആശയം കണ്ടുപിടിച്ച അല്ലെങ്കിൽ ആശയത്തിൽ ഇത് വരുന്ന വ്യക്തികളെ കുറിച്ച് ചർച്ച ചെയ്യില്ല. നമ്മളിപ്പോ ഒരു ഒന്ന് രണ്ട് ടീംസ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആളുകൾ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഓ പറയാ ഓനിങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാം എന്നിട്ട് ആ വ്യക്തി എന്താണോ പറഞ്ഞത് ആ വ്യക്തിയെ നമ്മൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. അല്ല, അവർ പറഞ്ഞ ആ വാക്കിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, അവരൊന്നും കാണാതെ ആ വാക്ക് അത് പറയില്ലല്ലോ. അതായത് അവരുടെ ആ ഒരു ആശയം ഉണ്ടാവും, ഒരു ഒരു സംഭവം, ഇനിയിപ്പോ ഒരു ബിസിനസ് ആയാലും വേറെ എന്തെങ്കിലും കാര്യമായാലും എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പം എന്താണോ ആശയം അതായിരിക്കും ഇവര് എടുക്കുക, അല്ലാതെ വ്യക്തിയെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുകയില്ല. മനസ്സിലായില്ലേ, അത് കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും അറിയോ, സ്വയം ബഹുമാനിക്കുന്നവരായിരിക്കും. രണ്ടാമത്തെ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരുമായിരിക്കും. അപ്പൊ ചില ആളുകള് നല്ല വ്യക്തിത്വമൊക്കെ ഉള്ളവരായിരിക്കും, പക്ഷെ സ്വന്തത്തിന് മാത്രം ബഹുമാനിച്ച് നടക്കും, ബാക്കിയുള്ളവർക്ക് ഒരു വിലയും കൊടുക്കൂല. അങ്ങനെയല്ല, സ്വയം ബഹുമാനിക്കുന്നവരും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരുമായിരിക്കും. ഇത് രണ്ടും ഏറ്റവും മെച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയിലും ഗുഡ് പേഴ്സണാലിറ്റിയിലും ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ലളിതമായിരിക്കും. അതായത് ലളിതമായിരിക്കും എന്ന് പറഞ്ഞാല് നോർമലായിട്ട് ചാടി വീണ് അങ്ങനെ ഇങ്ങനെ കുറെ അതും ഇതും പറഞ്ഞൊന്നുമല്ല, ലളിതമായിട്ട് നോർമലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അത് മെച്ചുവേർഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ ലളിതമായിട്ടൊന്നും അല്ല എന്ന് തോന്നുന്നവര് ടെൻഷൻ ആവുമൊന്നും വേണ്ട, അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച്. പക്ഷെ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കണ്ടിട്ടില്ലേ, കുറച്ച് അറിവുകൾ കൂടുതലുള്ളവര്, സന്യാസിമാര്, അല്ലെങ്കിൽ അങ്ങനെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളുകള്, ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർ വളരെ ലളിതം, ഏതൊരു കാര്യവും വളരെ കാമായിട്ട് ആയിരിക്കും അവര് കൈകാര്യം ചെയ്യാം, അല്ലെ. ഓ അതാണോ വിഷയം, ആ എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ ചെയ്തത് എന്നൊക്കെ ആ രീതിയിലല്ലേ അവര്. എന്നാല് നമ്മുടെ വീട്ടിലൊക്കെ ആണ് ഈ സംഭവിക്കുന്നതെങ്കിൽ, വീട്ടിൽ അങ്ങനെ ഉള്ളവരുണ്ടാവും കേട്ടോ, ഇല്ലാന്നല്ല. പക്ഷെ ചില ആളുകളുടെ ഇടയിൽ ഒരു വിഷയം എത്തിയാല് ഞങ്ങളുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞ കുട്ടിച്ചോറാക്കും, അല്ലേ.
അതിനെല്ലാം കൂടി എന്തിന്, എങ്ങനെ, എന്തിന് പോയി, ഇതിപ്പോ എന്തിന് ഇവിടെ, ഇത് എന്താണ്, അത് പറയേ അല്ലെ? ഒരു മെച്ചുവേർഡ് അല്ലാത്ത രീതിയിൽ അവിടെ അതിനെല്ലാം കൂടെ വഷളാക്കും അല്ലെ? ആദ്യം ഇതിന് തീരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് അത് പറയാം. എന്റെ റീസൺ ഇവിടെ കേൾക്കണ്ട അല്ലെ? നിങ്ങൾക്ക് പലതുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പറഞ്ഞ് പെരുപ്പിക്കും. അപ്പൊ മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയായിരിക്കും. അപ്പൊ അവർ എളിമയുണ്ടാവും, സിമ്പിൾ ആയിട്ട് എല്ലാവരും തുല്യരാണ് എന്ന ഒരു തോട്ട് അവരിൽ ഉണ്ടാവും. ഗുഡ് പേഴ്സണാലിറ്റിയിൽ തന്നെ ഹയർ പേഴ്സണാലിറ്റിക്കാരുടേതാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ലളിതരായിരിക്കും, എളിമയുള്ളവരായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും. അവര് സിമ്പിൾ അല്ല, പക്ഷെ നമ്മൾക്ക് ഫീൽ ചെയ്യും അവര് അത്രയും സിമ്പിൾ ആയിട്ട് മറ്റുള്ളവരെ ഫീൽ ചെയ്യിപ്പിക്കാൻ അവർക്ക് സാധിക്കും. എല്ലാവരും തുല്യരാണ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്, ശരിയാണ്. അപ്പൊ അത് എങ്ങനെയാണ്, ആ രീതിയിലായിരിക്കും അവർ. ഒരിക്കലും അവർ ആരെയും അടച്ചാക്ഷേപിക്കുകയില്ല എന്നർത്ഥം. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ശരിയും നീ പറയുന്നത് തെറ്റുമാണ് എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. പിന്നെ ഞാൻ പറയുന്നതും തെറ്റ്, നീ പറയുന്നതും തെറ്റ്, ഒന്നും ശരിയല്ല എന്ന രീതിയിലുള്ളവരുണ്ട്. അല്ല, എല്ലാവരുടെ വാക്കുകളിലും എല്ലാവരുടെ പ്രവർത്തനങ്ങളിലും അവരുടേതായ ശരികളുണ്ട്, അവരുടേതായ ശരികൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. പിന്നെ വിനയം, വേറെ അഭിനന്ദനം ഉണ്ടാവും. അഭിനന്ദനം, വിമർശനം സ്വീകരിക്കും. അപ്പൊ ചില ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ അഭിനന്ദിക്കും മറ്റുള്ളവരെ നന്നായിട്ട്. നമുക്ക് ഉള്ള ചില ആളുകളിൽ എനിക്ക് തോന്നുന്നു ഒരു 70% ആളുകൾക്കും അഭിനന്ദിക്കാൻ ഭയങ്കര മടിയാണ്. അത് സ്വന്തം മക്കളെ പോലും ഒന്ന് ഉഷാറായിക്കുന്നു കേട്ടോ, അടിപൊളിയാണ് എന്ന് പറയാൻ ഭയങ്കര മടിയാണ്. എന്തിനാണ്? ചിലർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ അഭിനന്ദിക്കാൻ ഭയങ്കര മടിയാണ്. നാട്ടുകാരെ പോയിട്ടൊക്കെ അഭിനന്ദിക്കും. അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനും ഇപ്പുറത്തെ വീട്ടിലെ താത്തനെയും കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കും. പക്ഷെ സ്വന്തം ഭാര്യനെ അഭിനന്ദിക്കാൻ ചിലപ്പോ വേറെ നല്ല ഉള്ളിലൊക്കെ ഉണ്ടാവുമ്പോൾ ആള് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുറത്ത് പറയില്ല, കൊന്നാലും പറയില്ല. കാരണം എന്താ, ഓളിനി തലയിലെങ്ങാൻ കേറിയാലോ, ഇവളിനിപ്പോ വലിയ സംഭവമാണ് നമുക്ക് തോന്നിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇതേപോലെ തന്നെ തിരിച്ചും, ഓ നിങ്ങളെ ഒരു പുതിയ സംഭവം, ഇതിപ്പോ എന്താ പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യമാരും ഒരിക്കലും അവരെ ഒരു സമ്മതിച്ചു കൊടുക്കൂല അല്ലെ? അത് അവരെ ഇന്റെ പുതിയാപ്പിള ഭയങ്കര സംഭവമാണ് എന്ന് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ചില ആളുകളെ തുറന്നു പറയാൻ മടിയായിരിക്കും. അപ്പൊ അഭിനന്ദിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരെ അഭിനന്ദിക്കുകയും ചെയ്യും. നമ്മളെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിമർശനം മറ്റുള്ളവർ പറയുകയാണെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ അംഗീകരിക്കുകയും ചെയ്യും. ചില ആളുകൾക്കുണ്ട് നമ്മളെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് ഞാൻ ആയിക്കോളാം, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അല്ലെ, ഞാൻ നോക്കിക്കോളാം എന്റെ കാര്യം, നിങ്ങൾ ആരും ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മെത്തേഡില്ലേ. അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടാവാറില്ലേ? എപ്പോഴും നമ്മൾ അങ്ങനെയുള്ളവരല്ലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഇന്റെ കാര്യത്തിൽ കൂടുതൽ നിങ്ങൾ ഇടപെടണ്ട, നീ ആരാ എന്നെ പഠിപ്പിക്കാൻ എന്നൊക്കെ. അതായത് ഒരു വ്യക്തി നമ്മളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം അവർക്ക് നമ്മളെ ഫീൽ ചെയ്തത് കൊണ്ടായിരിക്കുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് എന്തുകൊണ്ടാവാം അവൻ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ 2 പ്രാവശ്യം ചിന്തിച്ചു നോക്കുക. ചിന്തിച്ചു നോക്കുക. അതിൽ ചിലപ്പോൾ ശരിയുണ്ടാവാം, ചിലപ്പോൾ അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ പ്രശ്നമായിരിക്കും, അവർക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എന്നാലും നമുക്ക് ചിന്തിക്കാലോ അല്ലേ? ചിന്തിക്കാലോ. അങ്ങനെയുള്ള ഇതായിരിക്കും. 5ാമത്തെ ആൾ എങ്ങനെയായിരിക്കും അറിയാം? കംപ്ലൈന്റ് പറയാതെ ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. ഭയങ്കര ഉത്തരവാദിത്തമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നിലനിർത്തി നല്ല കാര്യങ്ങൾ ചെയ്തു പോകും. ഇത് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും, എല്ലാം നടത്തുകയും ചെയ്യും. മറ്റുള്ളവരെങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ടീമുണ്ട്. വേറൊരു ടീം എന്ന് വെച്ചാല് നമ്മളൊന്നിട്ട് ചെയ്യയില്ല, ഞാൻ ചെയ്യാത്തതിന് കാരണം അവരാണ്, ഇവരത് ചെയ്തെന്നില്ല, ഇവരിത് വാങ്ങി തന്നില്ല, ഇവളിത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇതാക്കിയില്ല, അങ്ങനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നവരായിരിക്കും അല്ലെ? നമ്മൾ വേറെ എന്റെ പല പോരായ്മകൾക്കും എന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം മറ്റ് ആളാണ്, അല്ലെങ്കിൽ വേറൊരു ഒരു മാധ്യമമാണ്, വേറൊരു ഇതാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും മറ്റൊന്നിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ. ഞാനിങ്ങനെ ആവാൻ കാരണം അതാണ്. അങ്ങനെ പറഞ്ഞ് നടക്കുന്നവരായിരിക്കും എന്ന് സാരം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് പേഴ്സണാലിറ്റി. അപ്പൊ മെച്ചുവേർഡ് പേഴ്സണാലിറ്റീസിനെ കുറിച്ചും കിട്ടിയില്ലേ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാന്നാണ് വിചാരിച്ചത്. ജസ്റ്റ് ഒരു ഡിസ്കഷൻസ് ആണ്. ഇനിയിപ്പോ എന്താ, വേറെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, സ്വയം തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. സ്വയം തിരിച്ചറിയുക, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതും ഞാൻ പറഞ്ഞു, പുസ്തകങ്ങളിലൂടെയും പല കാര്യങ്ങളിലൂടെയും പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്.
അടുത്തതാണ് ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ മറ്റുള്ളവരോടായിട്ട് നന്നായിട്ട് സംസാരിക്കും, നല്ല രീതിയിൽ. അവിടെയാണ് ഞാൻ പറഞ്ഞ ബിഹേവിയർ, അതായത് പെരുമാറ്റം. നല്ല രീതിയിൽ നമ്മളിങ്ങനെ സംസാരിക്കുക, നല്ല ഫേസ് കാണിക്കുക, ചിരിക്കുക, അല്ലെ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഗുഡ് പേഴ്സണാലിറ്റി ഗുഡ് ആക്കാൻ വേണ്ടി, വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക എന്നുള്ളത്. അവിടെ നമ്മുടെ സ്വന്തത്തിനെ തിരിച്ചറിയുന്നതിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പോയി, കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം. അവിടെയാണ് ആത്മവിശ്വാസം വേണ്ടി. എനിക്ക് പറ്റും, ഞാൻ എല്ലാത്തിനും, എനിക്കെല്ലാം ഏകദേശമൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എനിക്കത് മുഴുവനാക്കാൻ സാധിക്കും. ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. ആത്മവിശ്വാസം ഇല്ലാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയാൽ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് എന്താണ്? പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് നമ്മൾ പറഞ്ഞു അല്ലേ? പോസിറ്റീവായിട്ട് ചിന്തിച്ചെങ്കിലേ നമുക്ക് പല കാര്യങ്ങളും നമ്മുടേതായ രീതിയിലേക്ക്, അല്ലെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ നെഗറ്റീവോ അല്ലാത്തതോ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയാൽ അത് എപ്പോഴും എന്തായിരിക്കും? നമുക്ക് ദോഷം ചെയ്യും. നമ്മൾക്കാണ് ദോഷം ചെയ്യുക. നാട്ടുകാർക്കോ ബാക്കിയുള്ളവർക്കോ ഒരു പ്രശ്നമില്ല. സ്വന്തം പേഴ്സണാലിറ്റിയിൽ, അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തില്, സ്വന്തം ജീവിതത്തിന്റെ താളത്തിൽ പ്രശ്നം വരും. എന്ത് കാര്യവും പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഓക്കെ. പിന്നെ അടുത്ത ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നമ്മൾ എപ്പോഴും എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഓരോ കാര്യങ്ങളിൽ നിന്നും മെല്ലെ തടി തപ്പും, അല്ലേ? പക്ഷെ നമ്മൾ സ്വയം ഉത്തരവാദിത്തം എടുക്കുക. അപ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി മെച്ചപ്പെട്ട് വരിക, ഡെവലപ്പ് ആയി വരിക. നമ്മുടെ പേഴ്സണാലിറ്റി അടിപൊളിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അത് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു എക്സസൈസ്, ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളത് എക്സസൈസ് ഞാൻ പറഞ്ഞു. മാനസിക ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളത് മെഡിറ്റേഷൻ പറഞ്ഞു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇത്രയൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പേഴ്സണാലിറ്റി എന്നല്ല, ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഒരു മാനുഷിക കുറെ വ്യക്തിത്വങ്ങളുമായിട്ട്, നമ്മുടെ വളർച്ചകളായിട്ട്, ജീവിത രീതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊരു വ്യക്തിയിലോ വ്യക്തിത്വത്തിലോ ഒതുങ്ങുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാനുണ്ട്. കുറെ പഴയ ഒരുപാട് ട്രോമാസ് നമുക്ക് മനസ്സിൽ നിന്നും ഒഴിവാക്കാനുണ്ട്. ഒക്കെ ഇല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താക്കോൽ അന്വേഷിച്ചിറങ്ങിക്കോളി. ഓരോരുത്തരുടെ കയ്യിൽ താക്കോൽ ഉണ്ടോന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അവനവന്റെ താക്കോൽ എവിടെയാണുള്ളത് എന്നൊന്നിങ്ങനെ സ്വയം ചിന്തിച്ചാൽ മതി. അമ്മോ, ഇന്റെ താക്കോൽ എവിടെ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ഏതോ മനുഷ്യന്റെ കയ്യിൽ, ഏതോ ഒരു വ്യക്തിയുടെ കയ്യിലാ കൊടുത്തെങ്കിൽ വാങ്ങിക്കോ. അത് ചിലപ്പോ ആരും പെട്ടെന്ന് തരുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് ഇത് കുറെ കാലമായിട്ട് ആ വ്യക്തിയുടെ കയ്യിലിരിക്കുക ഒരു മുതലായിട്ട്. അപ്പൊ തട്ടിപ്പറിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളതാണെങ്കിൽ, എവിടെയോ വെച്ച് മറന്നതാണെങ്കിൽ അത് അവിടെ എവിടെയോ കിടക്കുന്നുണ്ടാവും, എടുത്ത് കൊണ്ടുവരിക. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഒന്ന് തുറക്കുക, ഓപ്പൺ ആക്കുക, മൈൻഡ് റീസെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സും ഒരുപാട് എന്താ പറയാ, ഒരുപാട് മെത്തേഡ്സും നമുക്കുണ്ട്. ഇപ്പൊ ഇപ്പൊ സൈക്കോളജിക്കലായിട്ട് പല കാര്യങ്ങളുണ്ട്. പണ്ടൊന്നും ഇത് അറിയാനും അറിയിക്കാനും പറ്റാത്ത കുറെ സാഹചര്യങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കൊറോണ, ബിഫോർ കൊറോണയും ആഫ്റ്റർ കൊറോണയും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യന്മാർക്ക് നിരവധിയാണ്. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പലർക്കും സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാലും നമ്മൾക്ക് കുറെ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇങ്ങനെ മനുഷ്യ മനസ്സുകളെ പഠിക്കാനും മനസ്സിലാക്കാനും അന്യോന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത്. വീട്ടിലിരുന്നിട്ട് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു ഭാഗത്ത് ഇരുന്നിട്ട് നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതിൽ പരം വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളും സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ ഉപയോഗിക്കാം. അവനവനെ എത്രത്തോളം ബെസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കാം. എന്തിനാണ്? നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ മൊത്തം ബെസ്റ്റ് ആക്കി മാറ്റാൻ. നമ്മൾ ഒരാള് തന്നെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായി കിട്ടും. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാ ചിന്തിക്കുന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും റെഡി ആവണം, എന്നാലേ ഞാൻ റെഡി ആവുള്ളൂ. അല്ല, ഞാൻ ഒരാള് റെഡി ആയാൽ എന്റെ എല്ലാം, നമ്മുടെ ലൈഫിന്റെ ആ റൊട്ടീൻ വരെ, ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ആ ഒരു താളം, ഓളം എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ സ്മൂത്ത് ആവും. ഓക്കെ. അപ്പൊ എന്താണ്? അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാം, പറയാം. എന്താണ് അവസ്ഥ ഓരോരുത്തരുടെയും? പറഞ്ഞോളൂ. നമ്മള് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അല്ലേ? അല്ലെ ദിലീപേട്ട? രാവിലത്തെ പോലെ 800ഉം 900ഉം 1000 ആൾക്കാരൊന്നുമില്ല, വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തന്നെ
അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഹലോ, സംസാരിക്കാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ജസ്റ്റ് ഞാൻ എൻ്റെ വേറെ കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. EFT ഒന്നും അല്ല, അല്ലാതെ തന്നെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ട് മാറിയപ്പോൾ ജസ്റ്റ് ഞാൻ ഫോണൊന്ന് നോക്കിയതായിരുന്നു. അപ്പൊ സ്റ്റാറ്റസ് കണ്ടപ്പോ ഇതെന്താണ് നോക്കാന്ന് വെച്ചൊന്ന് കയറിയതാണ്. അപ്പോഴും നമ്മളങ്ങ് അത്ഭുതപ്പെട്ടു പോയി. അത്ഭുതപ്പെട്ടു അല്ലേ? വളരെയധികം അതെ, വളരെയധികം നന്ദി. പെട്ടതല്ല, പെടിയിച്ചതാണ്. വളരെയധികം നന്ദി. മാമിനെ ഒന്നും കൂടെ കാണാൻ സാധിച്ചല്ലോ, അതിന് വളരെയധികം നന്ദി മാം. താങ്ക് യു. പിന്നെ പറയാനുള്ള, പുതിയ വണ്ടി എടുത്തത് കണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സാറ് വണ്ടി എടുത്തു. എല്ലാവരും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. EFT ഇനിയും ഇനിയും വളരെയധികം വലിയ ഉയർച്ചയിലേക്ക് പോകട്ടെ. അതിനൊപ്പം മാമിനും ഉയർച്ച വരട്ടെ. പിന്നെ താങ്ക് യു. അതേപോലെ തന്നെ എന്റെ പ്രിയ ഗുരുവിനോട് പറയാനിരുന്ന ഒരു കാര്യമാണ്, ഞാൻ വരുന്ന ശനിയാഴ്ച തൊട്ട് ഞാൻ എന്റെ ബിസിനസ് പുനരാരംഭിക്കുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതെല്ലാം എനിക്ക് നമ്മുടെ കോഴ്സിൽ വന്ന സാറിനോടൊപ്പം വന്നതിലാണ് എനിക്കതൊക്കെ ചെയ്യാനായിട്ട് ഉള്ള ഒരു ഊർജവും ആർജവും എല്ലാം കിട്ടിയത്. പിന്നെ മാമിന്റെ അടുത്ത് പറയണ്ടല്ലോ, ജീവിതം ഒരുവിധ കാര്യങ്ങളെല്ലാം മാമിന് അറിയാം. അപ്പൊ EFT കുടുംബത്തെ കാര്യങ്ങളെല്ലാം മാമിന് അറിയാം. അപ്പൊ അതുകൊണ്ട് വളരെയധികം നന്ദി മാം. മാമിനെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദി. ഹാപ്പിയായി, ഇപ്പൊ സന്തോഷം. പിന്നെ ഹസ്ബൻഡ്, കുഞ്ഞുങ്ങള്, മാതാപിതാക്കൾക്ക് എല്ലാവർക്കും സുഖം, സന്തോഷം, സമാധാനം നേരുന്നു. ഇനി മാമിന്റെ ഇപ്പം 16 പേര് അല്ലേ? അപ്പൊ ഇതിലും വലുതായിട്ട് അതെ, ഡെവലപ്പ് ആവട്ടെ. ഒരുപാട് പേരാവട്ടെ, ഒരുപാട് പേര് കേൾക്കട്ടെ. ഏതായാലും സന്തോഷം. ദിലീപ് സാറിനെ ഇതിലിങ്ങനെ കാണാൻ സാധിച്ചത് ഭയങ്കര സന്തോഷം. അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്ന് പറയണം. അപ്പൊ ഓക്കെ ഇങ്ങനെ ഒരു ഓക്കെ. പ്ലാറ്റ്ഫോമിലാണെങ്കിലും, അപ്പൊ ഇനിയിപ്പോ തുടങ്ങാൻ പോകുന്ന ആ ഒരു ബിസിനസ് ഉണ്ടല്ലോ, നന്നായിട്ട് നല്ല ഉഷാറായിട്ട് വരട്ടെ. ഓക്കെ. ഇപ്പം ഒരു എത്തുംപിടിയൊക്കെ കിട്ടി മാം. എത്തുംപിടി എന്നല്ല, ഇനിയിപ്പം നമ്മൾ ഇറങ്ങിയാൽ കൊണ്ടേ പോരൂ. അതെ, തീർച്ചയായിട്ടും കൊണ്ടുപോകും. നമ്മുടെ കൂടെ EFT അല്ലേ ഉള്ളത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അപ്പോ കുറെ എന്താണ് കാര്യങ്ങൾ. EFT, എന്താണ് സംഭവം എന്നൊക്കെ അറിയാത്തവരും എന്നെ കേൾക്കുന്നുണ്ടാവും. നമുക്ക് EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കുറെ നമ്മുടെ മനസ്സിന്റെ ആ താക്കോൽ എടുക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ ഫ്രീ ആക്കി വിടാൻ പറ്റണം. അതിനനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. നമ്മളിതിങ്ങനെ ഉള്ളിലേക്ക് ഇറക്കല്ല വേണ്ടത്, നമ്മുടെ ഉള്ളിലുള്ളതിനെ നമ്മൾ പുറത്തേക്ക് ഇറക്കുക വേണ്ടത്, അല്ലെ? ഇപ്പൊ ഓരോരുത്തർ പുറത്തേക്ക് ഇറക്കി ഇറക്കി കൊണ്ടുവരികയാണ്. അതേപോലെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു മൂലക്കിൽ ഇരുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നു അതെ. ആദ്യങ്ങളിലൊക്കെ. പിന്നെ ഉള്ളിത്തൊക്കെ പുറത്തേക്ക് ഇറക്കാണ്. അപ്പൊ എന്നെ കേൾക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ്. അപ്പൊ അതിനുള്ള പ്ലാറ്റ്ഫോമാണിത്. തീർച്ചയായിട്ടും അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. EFT എന്ന് പറയുന്നത് അത്രയും റിസൾട്ട് ഉള്ള ഒരു മെത്തേഡാണ്, ഒരു ടെക്നിക്സ് ആണ്, തെറാപ്പിയാണ്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ തെറാപ്പിസ്റ്റുകൾ ആയി മാറും. അല്ലെ, സ്വന്തത്തെ തിരിച്ചറിഞ്ഞ് സ്വയം തെറാപ്പിസ്റ്റ് ആവുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി മാം, ഒരു കാര്യം ആ കൂടെ ചോദിച്ചോട്ടെ. പറഞ്ഞു. മാമിന്റെ ഈ കോഴ്സ് ഏതൊക്കെ ദിവസങ്ങളിലാ? ഇല്ല, നമുക്ക് ക്ലാസ് ആഴ്ചയിൽ 3 ദിവസമായിട്ട് ഈ ഫ്രീ സെഷൻസ് ഇങ്ങനെ നടക്കുകയാണ്. ഫ്രീ ഓക്കെ ആയിട്ട് ഓക്കെ ക്ലാസ്സുകൾ ഇങ്ങനെ വരും. ഓക്കെ ഇത് ഓക്കെ ഓക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോഴ്സ് ആയിട്ടൊക്കെ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുന്നേ ഉള്ളൂ. കോഴ്സ് ഇങ്ങനെ വരും അങ്ങോട്ടേക്ക്. EFT ഓക്കെ എന്താണ്, ആളുകളൊക്കെ വന്ന് തുടങ്ങുന്ന അവരുടെ ആവശ്യാർത്ഥം നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്യും. ഓക്കെ ഓക്കെ. നമുക്ക് ഡിസൈൻ ചെയ്യണം. അവനെ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുന്ന പിക്സാറിന്റെ അടുത്ത് പറയുന്നത് പോലെ മാമും ഇതേപോലെ EFT വന്നിട്ടുള്ള ഒരുപാട് ഡെവലപ്പായ വിസിയന്മാരുണ്ട്. അവരെല്ലാം ഇതേപോലെ തന്നെ മാറി 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 ഈ ലോകം തന്നെ മാറ്റിമറിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിലേ മതിയാവൂ ഈ ലോകത്തിന്. അതെ, അല്ല, സ്വന്തം കുറെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെയുണ്ട്. അവിടെ നമ്മൾ അതെ മാം. നമ്മളുടെ കുറച്ച് സമയം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. കുറച്ച് പണം അതെ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. അത് സ്വന്തത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ കുറെ അതെ കഴിഞ്ഞ് 50 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് സൈഡായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഇല്ലാണ്ടാക്കിയിട്ട് മെന്റലി ഡിപ്രസ്ഡ് ആയിട്ട് നമ്മുടെ ടൈമിന് നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല. നമ്മൾ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുള്ളതാണ്. ഓക്കെ. മാമിനോടൊപ്പം പിന്നെ ആൾക്കാരെയൊക്കെ ഞാനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്കെ ആക്കി തരാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും. നമ്മളൊരു കുടുംബമാണല്ലോ. അതെ, അതെ, തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള അതെ. വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്, ഒരുപാട് സന്തോഷം. ഒത്തിരി ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാം.
ഓക്കെ, ഓക്കെ മാം. താങ്ക് യു ദിലീപ് സാർ. പിന്നെ ആരാണ്? ആർക്കെങ്കിലും പിന്നെ എന്തെങ്കിലും ഗ്രൂപ്പിൽ സ്റ്റാറ്റസ് ഇട്ടേക്കണം. നമ്മളെ കഴിയുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടോളാം. ഓക്കെ സ്റ്റാറ്റസ് ഇടാം. ഓക്കെ ഓക്കെ. ഓക്കെ, ആയിക്കോട്ടെ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മാഡം താങ്ക് യു മാഡം. താങ്ക് യു മാഡം. താങ്ക് യു. ക്ലാസിനെ കുറിച്ച് അഭിപ്രായമൊക്കെ പറയാട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് കേട്ടോ മാഡം. എനിക്ക് വളരെ സന്തോഷമായി. എന്താന്ന് വെച്ചാൽ ഞാനൊരു ഇപ്പൊ ഇതുവരെ വളരെ ബിസി ആയി ജീവിച്ച ഒരാളാണ്. പെട്ടെന്ന് ഇപ്പൊ റിട്ടയർ ചെയ്തപ്പോ എന്ത് ചെയ്യണം എന്നില്ലാത്ത എന്റെ ഇമോഷൻസിനെയൊക്കെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഒന്ന് മാനേജ് ചെയ്യണമെന്ന് എനിക്ക് തോന്നാൻ ഒരു കാരണമായി ഇപ്പൊ ഇത്. തീർച്ചയായും സന്തോഷം. ഇനിയും ഞാൻ മാഡത്തിന്റെ ക്ലാസ് കേൾക്കും. തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ഇമോഷൻസിനെയും ഞാൻ എന്റെ സ്റ്റാറ്റസ് വേറെയാണ്. ഞാൻ ഒരുപാട് വളരെ വളരെ ബിസി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നു. ഇപ്പൊ പെട്ടെന്ന് റിട്ടയർ ചെയ്തപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള വളരെയധികം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പം എനിക്ക് ഒരു ചെറിയൊരു ഡയറക്ഷൻ കിട്ടിയതുപോലായി. തീർച്ചയായും വളരെ ഉപകാരമായി. വളരെ മിനിറ്റുകളായി ഞാൻ കേട്ടത്. നമ്മുടെ ജോയിൻ ചെയ്യൂ, നമ്മളൊരു ഫാമിലി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. തീർച്ചയായിട്ടും. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ് അല്ലേ? ഇനി ആരും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഇനി അടുത്ത സെഷനിൽ കാണാം കേട്ടോ. ഓക്കെ, നമുക്ക് ആഴ്ചയിൽ 3 സെഷൻ ആയിട്ട് ഉണ്ടാവും. എല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. ശരി.